ഓപ്പൺ ഗേറ്റ് SSD റെക്കോർഡിംഗ്, ProRes RAW, ProRes HQ, 4K 120fps, 6K 60fps, ബെസ്റ്റ് സ്റ്റെബിലൈസേഷൻ, കിടില ഓട്ടോ ഫോക്കസ്, ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ, ഫാൻ, കസ്റ്റം ബട്ടൺ, CVF, മെക്കാനിക്കൽ ഷട്ടർ, പാർഷ്യലി സാക്ട് സെൻസർ, അങ്ങനെ എന്തൊക്കെ ഒരു പ്രൊഫഷണൽ ക്യാമറ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇവൻ തരുന്നുണ്ട്. ദ Lumix S1 Mark II. Lumix S1 Mark IIന്റെ റിവ്യൂ എടുക്കാൻ നമ്മൾ കുട്ടിക്കാനത്തോട്ട് വന്നു. മൂഡ് ലൊക്കേഷൻ നല്ല മഴയത്തായിരുന്നു. കുട്ടിക്കാനത്ത് ഈ ക്യാമറയും കൊണ്ട് ഞാൻ പോയത്. ലുമിക്സിന്റെ ക്യാമറ ആയതുകൊണ്ട് മഴയത്തൊരു ഷൂട്ട് ചെയ്യാൻ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. വെതർ സീലിംഗ് ഇല്ലാത്ത നമ്മുടെ Lumix S9 കൊണ്ട് ഒരിക്കൽ മഴയത്തൊരു ബൈക്ക് റൈഡ് പോയിട്ടുണ്ട്. ക്യാമറയുടെ കണ്ടീഷൻ ഇതാണ്, ഫുൾ നനഞ്ഞു. ക്യാമറ ബോഡിയും ലെൻസും എല്ലാം വെതർ സീൽഡ് ആണ്. സോ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പിടിക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേഡി ഫീൽ കിട്ടും. ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ ഫേവറേറ്റ് ദ സ്റ്റെബിലൈസേഷൻ. ഞാൻ ഈ ക്യാമറയിലെ IBIS എപ്പോഴും എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡീറ്റെയിൽ സ്റ്റെബിലൈസേഷനിലെ ക്രോപ്ലെസ്സും ചില ഷോട്ടുകൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. S1 II വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു വ്ളോഗിങ് ക്യാമറ ഒന്നും അല്ല, ഇത് പക്കാ സിനിമ ക്യാമറയാണ്. ProRes RAW വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ക്യാമറ. എന്നാലും വ്ളോഗ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഓഡിയോ ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതല്ലാതെ ഡീറ്റെയിൽ സ്റ്റെബിലൈസേഷനിൽ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. റെസല്യൂഷൻ ആൻഡ് കോഡക് ഇഷ്ടം പോലെയുണ്ട്. ആക്ച്വലി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട സാധനം ഇതിനകത്തുണ്ട്. 1080p മുതൽ 6K വരെ, 24fps മുതൽ 240fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല 6K ഓപ്പൺ ഗേറ്റിലും ഷൂട്ട് ചെയ്യാം. 4K 96fps വരെ ഫുൾ സെൻസർ യൂസ് ചെയ്യാം. പിന്നെ 4K 120fpsൽ ചെറിയൊരു ക്രോപ്പ് ഉണ്ടാവും, ചെറുത്. 1080p 240fpsന്റെ ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഹൈ ഫ്രെയിം റേറ്റ്സിലും റെസല്യൂഷനിലും ഒന്നും ക്യാമറ പെട്ടെന്ന് അങ്ങനെ ഓവർ ഹീറ്റ് ആവത്തില്ല, കാരണം ഇതിലൊരു ഫാൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ MP4 ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജിന് വില കൂടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ലെങ്തി ടോക്കിംഗ് ഹെഡ് വീഡിയോസിന് അത് ബെസ്റ്റാണ്. വീലോഗിലായിരുന്നു ഷോർട്സ് എല്ലാം എടുത്തത്. ആൻഡ് ആ ഇമേജിൽ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈവൻ ലോ ലൈറ്റിലും ISO ശരിക്കും പുഷ് ചെയ്തെടുത്ത ഷോർട്സിലും നോയ്സ് ഒന്നും അധികം കണ്ടില്ല. നിങ്ങളിനി ആരിയുടെ ക്യാമറാസിൽ ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതൊരു B ക്യാം ആയിട്ടും യൂസ് ചെയ്യാം, കാരണം ഇതിൽ ആരി ലോഗും വരുന്നുണ്ട്. ഇതിൽ ഫോൾസ് കളർ ഉണ്ട് ഫോർ എക്സ്പോസിങ് ദ ഇമേജ്. അതെൻ്റെ ഒരു ഫേവറേറ്റ് ടൂളാണ്. 2 കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, CF Express Type Bയും പിന്നെ ഒരു SD കാർഡ് ആൻഡ് SSD റെക്കോർഡിംഗ്. എൻ്റെ അറിവിൽ ഈ ഫീച്ചർ കൊടുക്കുന്ന വളരെ കുറച്ച് ബ്രാൻഡ്സിലൊന്നാണ് Lumix. എൻ്റെ ഒരു 2TB SSD ഉണ്ടായിരുന്നു. ഞാൻ ആ 2TB SSD അതുപോലെ തന്നെ എൻ്റെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്നു. അത് അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ ഉണ്ട്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ആ SSD ഊരിയെടുക്കുന്നു. ഇവിടെ ആ സാധനം കൊണ്ടൊന്ന് ഒട്ടിച്ചു വെക്കുന്നു. അതിൻ്റെ കേബിൾ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുന്നു. എനിക്ക് ഡയറക്റ്റ് SSD എന്ന് എഡിറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ SSD ഊരുന്നു, പ്ലഗ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. എൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി വ്ളോഗ്സിൻ്റെ SSD വർക്ക് ഫ്ലോ ആണ് കേട്ടത്. സോ ഇത് ശരിക്കും നമ്മുടെ വർക്ക് ഫ്ലോ ഭയങ്കര ഈസി ആക്കുന്ന ഒരു പരിപാടിയാണ്. ലുമിക്സിൻ്റെ 24-60 2.8 ലെൻസും 85mm 1.8 ആയിരുന്നു ഈ ഷൂട്ടിന് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് ഇതിലെ ഹൈബ്രിഡ് സൂം ഞാൻ എപ്പോഴും എനേബിൾ ചെയ്താണ് ഇട്ടേക്കുന്നത്. സോ ആ 24-60 ലെൻസ് ഒരു 87mm വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും ഹൈ ഫ്രെയിം റേറ്റ്സിലും റെസല്യൂഷനിലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടും ഒറ്റ ബാറ്ററിയിൽ എനിക്ക് ഷൂട്ട് റാപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൽ ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്തും ഫ്ലിപ്പ് ഔട്ട് ചെയ്തും ഷൂട്ട് ചെയ്യാം. അതുപോലെ 5 കസ്റ്റം ബട്ടൺസ് ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഓരോ റെസല്യൂഷനും ഫ്രെയിം റേറ്റ്സും ഓരോന്നിനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും പലർക്കും ഉള്ള ഡൗട്ടാണ്, ലുമിക്സിൻ്റെ ഓട്ടോ ഫോക്കസ് ഇമ്പ്രൂവ് ആയോ, നല്ലതാണോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, പണ്ട് കോൺട്രാസ്റ്റ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ശരിക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറി ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസിലേക്ക് വന്നു. ഞാൻ ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഓട്ടോ ഫോക്കസിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അത് പ്രോപ്പറായിട്ട് സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി ക്യാമറ. ഇറ്റ് മേക്ക് സെൻസ്. എന്താണോ ഒരു ഫിലിം മേക്കറിന് ആവശ്യം അത് ഈ ക്യാമറ തരുന്നുണ്ട്. അണ്ടർ 3 lakh ഇത്രയും വാല്യൂ തരുന്ന വേറെ ക്യാമറ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, അത് ഈ വീഡിയോയുടെ റീച്ചിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളെ BTS ഷൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഏബൽ ബ്രോ നല്ല കുറേ ഷോർട്സ് എനിക്ക് എടുത്തു തന്നു. താങ്ക് യു സോ മച്ച്. പതിവ് പോലെ നമ്മുടെ റൈഡർ വണ്ടി മലയാളത്തിലെ നിജിൻ സാറായിരുന്നു. മഴ കുറേ നനഞ്ഞെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കുറേ ആ വണ്ടി ഇട്ട് മെഴുകാൻ പറ്റി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാക്കല.